الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോകനിയന്താവുമായ കാരുണ്യവാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസം മനുഷ്യ ജീവിതത്തിന് ഊടും പാവും നൽകുന്ന കാര്യമാണ്. വിശ്വാസരംഗത്തുണ്ടാകുന്ന വ്യതിചലനങ്ങളാണ് മനുഷ്യനെ വഴികേടിലേക്ക് നയിക്കുക. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളിൽ ഏറെ പുരോഗമിച്ച ഒരു കാലഘട്ടമാണ്. പക്ഷേ അതിനനുയോജ്യമായ വിധത്തിൽ അന്ധവിശ്വാസങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്ക് മുന്നിലുമുള്ളത്. ദിനേന നമ്മൾ വായിക്കുന്ന പല വാർത്തകളും, പ്രത്യേകിച്ച് കൊലപാതകങ്ങൾ, അതിൻ്റെ കാരണങ്ങളായി പലപ്പോഴും കണ്ടെത്തപ്പെടുന്നത് ആ വിധത്തിലുള്ള മൂഢമായ അബദ്ധജടിലമായ വിശ്വാസങ്ങളാണ്. നെന്മാറ എന്ന സ്ഥലത്ത് 3 പേരെ കൊല്ലാനിടയായ കാരണം കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ പത്രകോളങ്ങളിൽ വായിച്ചതാണ്. തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് ഏതോ ജ്യോതിഷി പറഞ്ഞതാണ് അയൽവക്കത്തുള്ള സ്ത്രീയെയും പിന്നീട് 2 പേരെയും വധിക്കുന്നതിന് കാരണമായി തീർന്നത്. 2.5 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞതിൻ്റെ കാരണമായി കുട്ടിയുടെ അമ്മാവൻ വിശദമാക്കിയതും തനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഈ കുഞ്ഞിൻ്റെ ജനനമാണ്, അതിൻ്റെ പരിഹാരമായിട്ടാണ് ഞാനിത് ചെയ്തത് എന്നതാണ്. തൊട്ടടുത്ത ദിനം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന സ്ഥലത്ത് സ്വന്തം അച്ഛനെ കൊല ചെയ്ത 27-കാരനെയും ആ കേസിന്റെ അന്വേഷണത്തിൽ അവസാനം കണ്ടെത്തിയത് ബ്ലാക്ക് മാജിക്കിന് വിധേയനായിരുന്നു ആ ചെറുപ്പക്കാരൻ എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ ജീവനെടുക്കുന്നിടത്തേക്ക് ജ്യോതിഷം അതിൻ്റെ കരാളഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പുതിയ തലമുറയെ പലപ്പോഴും രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധ്യമാകാത്ത വിധത്തിൽ അത് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊറിയൻ സിനിമകളിലൂടെയും അതുപോലെ തന്നെ ചൈനീസ് ബ്ലാക്ക് മാജിക്കിൻ്റെയും ഒക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽ രക്ഷിതാക്കൾക്ക് പോലും കണ്ടെത്താൻ സാധ്യമാകാത്ത വിധത്തിൽ കുട്ടികളുടെ തലച്ചോറിൽ ഇത്തരത്തിലുള്ള തിന്മകൾ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മുൻകരുതൽ നമുക്ക് ആവശ്യമാണ്. ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള പരിഹാരങ്ങളും ഉത്ബോധനങ്ങളും നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. പ്രശ്നങ്ങൾ തേടി
പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ തേടിയുള്ള യാത്രകളാണ് പലപ്പോഴും മനുഷ്യരെ ഈ വിധത്തിലുള്ള അബദ്ധങ്ങളിലേക്ക്, ജ്യോത്സ്യങ്ങളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നത്തിന്റെ പരിഹാരം എന്ത് എന്നതിന് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന വളരെ കൃത്യമായ മറുപടി നാം ഉൾക്കൊള്ളുകയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകുന്നതാണ്. ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് സംഭവിക്കുന്ന പരാജയമാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുടെ, തിന്മകളുടെ കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി അള്ളാഹു ബോധ്യപ്പെടുത്തി. ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത് സൂറത്തു അൻആമിലെ 17-ാമത്തെ വചനമാണ്. നിനക്ക് എന്ത് പ്രയാസം ബാധിക്കട്ടെ, ആ പ്രയാസത്തെ നീക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആ റബ്ബ് നിനക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ തീർച്ചയായും അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നിന്റെ എന്ത് പ്രശ്നത്തിന്റെയും പരിഹാരം നീ തേടേണ്ടത് നിന്റെ സൃഷ്ടാവും നിന്റെ സംരക്ഷകനുമായ റബ്ബിലായിരിക്കണം. അതിനപ്പുറത്ത് സന്താനലബ്ധിക്ക്, അഗ്രസഫലീകരണത്തിന്, രോഗശാന്തിക്ക് പലതിനുമായി മനുഷ്യർ എത്തിപ്പെടുന്നത് പല കേന്ദ്രങ്ങളിലാണ്. അത് ഔലിയാക്കളാകട്ടെ, ജ്യോത്സ്യന്മാരാകട്ടെ, ഏതുമാകട്ടെ, എല്ലാം അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിലൂടെ ഈ കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തി തരുന്ന കാണാം. സൂറത്ത് യൂനുസ് 107-ാമത്തെ ആയത്തിലും റബ്ബ് ഇതേ കാര്യം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിന്നെ ഏതെങ്കിലും പ്രയാസങ്ങൾ ബാധിക്കുകയാണെങ്കിൽ അത് അകറ്റിത്തരുന്നവൻ അവനല്ലാതെ മറ്റാരുമില്ല. നിനക്കെന്തെങ്കിലും ഒരു നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ഔദാര്യത്തെ തടയാൻ കഴിയുന്നവരും ഒരാളുമില്ല. യുസീബു ബിഹി മയ്യശാഉ മിൻ ഇബാദി, തന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു എന്താണോ അവർക്ക് ഉദ്ദേശിക്കുന്നത് അത് അവരെ ബാധിക്കും. വഹുവൽ ഗഫൂറുർ റഹീം, റബ്ബ് എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അതുകൊണ്ട് പരിഹാരം പടച്ചവന്റെ അടുക്കലാണുള്ളത്. അതിനപ്പുറത്ത് എന്ത് പരിഹാരം നീ തേടിയാലും അത് പരിഹാരത്തിലേക്കല്ല, പ്രതിസന്ധിയിലേക്കാണ് നിന്നെ എത്തിക്കുക എന്നതാണ്. ഈ വിശ്വാസരംഗത്തുള്ള വ്യതിചലനമാണ് ആധുനിക സമൂഹത്തിന്റെ വലിയൊരു പ്രതിസന്ധിയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഇവിടെയൊക്കെ എത്തിക്കുന്നത് പ്രശ്നം നോക്കുന്നവരിലേക്കാണ്. വലിയ തമാശാരംഗത്ത് കാണാൻ സാധിക്കും. ഇപ്പൊ കോഴിക്കോട് നഗരത്തിലൊക്കെ ചെന്ന സ്റ്റേഡിയത്തിന്റെ സമീപത്ത് അവിടെയുള്ള ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഒരു തുണി ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് ഒരു മറയുണ്ടാക്കി വെയിൽ കൊള്ളാൻ അതിന്റെ ബാക്കിൽ ഇരിക്കുന്നത് അവിടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഹസ്തരേഖാശാസ്ത്രം. നാട്ടിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ഭാവി നന്നാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സാധു ആകട്ടെ വെയിൽ കൊണ്ടിട്ട് അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന്റെ ഭാവി നന്നാക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഭാവി അവൻ പ്രവചിച്ചു കൊടുക്കുകയാണ്, കാശ് വാങ്ങിക്കൊണ്ട്, ഹസ്തരേഖാശാസ്ത്രം എന്നുള്ള പേരിൽ. ഇതുപോലെ തന്നെ അങ്ങാടികളിൽ വാടകയ്ക്ക് റൂമെടുത്ത് ബോർഡ് വെച്ച് ജ്യോതിഷി എന്ന പേര് പറഞ്ഞുകൊണ്ട് ആളുകളുടെ പോക്കറ്റ് അടിക്കുന്ന ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും അത്തരത്തിൽ കാര്യങ്ങൾക്ക് വഴിപ്പെടുന്നു എന്നുള്ളത് പത്രങ്ങളിലെ ഇസ്ലാമിക് ജ്യോത്സ്യം എന്നൊക്കെ പേരിൽ കാണുന്ന പരസ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലവിധ കാരണങ്ങളാൽ ആളുകളുടെ സമാധാനം നഷ്ടപ്പെട്ടുകയാണ്. ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഒരു പുതിയ വീടുണ്ടാക്കിയാൽ അവിടെ താമസിക്കുന്നതിനിടയിൽ ഒരു കുട്ടി മരിച്ചാൽ, ഭാര്യയ്ക്ക് രോഗമായാൽ ഇത്തരം ആളുകളുടെ സമീപത്ത് ചെല്ലുന്നു. അയാൾ പറയുന്നു അടുക്കളയുടെ സ്ഥാനം ശരിയല്ല, അല്ലെങ്കിൽ ബാത്റൂം അവിടെ പറ്റില്ല, അത് കന്നിമൂലയിലാണുള്ളത്, നിന്റെ ടോയ്ലറ്റ് അവിടുന്ന് മാറ്റണം, സെപ്റ്റിക് ടാങ്കിന്റെ ആ സ്ഥാനമാണ് പ്രശ്നത്തിന്റെ കാരണം, ആ വാതിൽ ഇന്നയിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കണം. വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കാൻ, കുത്തിപ്പൊളിക്കാൻ ഇയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനം കിട്ടില്ല. വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ഇത്തരം ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പരീക്ഷണോ എന്ത് പ്രയാസം വന്നാലും അവിടെ ഉൾക്കൊള്ളേണ്ടുന്നത് എന്ത്? സൂറത്ത് അംബിയ 35-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി അറിയും.
ഒരാളും മരണത്തിൽ രക്ഷപ്പെടില്ല. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് നാം നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. വൈലൈനാ തുർജഊൻ, നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുക. ഖൈറും ഷർറും ജീവിതത്തിൽ സംഭവിക്കും. അത് പടച്ചവന്റെ പക്കൽ നിന്നുള്ള പരീക്ഷണാണെന്ന് മനസ്സിലാക്കുക. നിന്റെ ബാത്റൂം അവിടെ ആയതുകൊണ്ടല്ല, നിന്റെ കിണർ ഈ ഭാഗത്തായതുകൊണ്ടല്ല, വാതില് അല്ലെങ്കിൽ വീടിന്റെ ആ വാതിലിന്റെ നേരെയായിപ്പോയി വീട്ടിലേക്ക് കയറുന്ന വഴി എന്നതുകൊണ്ടല്ല. അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ജീവിതത്തിൽ നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം. അത് ആ നിലക്ക് ഉൾക്കൊള്ളാൻ നിനക്ക് സാധിക്കണം. അതുപോലെ തന്നെ മറ്റു ചിലർ പലപ്പോഴും മനുഷ്യരോട് ഉപദേശിക്കുന്നത് പൈശാചികമായ ശല്യങ്ങളാണ് ഇതിന് കാരണം, അവിടെ എതിർപോക്കുണ്ട്, അതുകൊണ്ട് ആ വഴി ശരിയല്ല, ഇവിടെ ഈ ഡോറ് ശരിയല്ല എന്നിങ്ങനെ പൈശാചികമായ കാരണങ്ങൾ. ഇസ്ലാം പഠിപ്പിക്കുന്നവിടെയും പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും ഫത്തഖിദുഹു അദുവ്വ, നിങ്ങൾക്കുള്ള വലിയ ശത്രുവാണ് പിശാച്, അവനെ നിങ്ങൾ തീർച്ചയായും ശത്രുവായി സ്വീകരിക്കണം. അതിനുള്ള പരിഹാരം എന്താണ്? പ്രാർത്ഥനയാണ്, വിശുദ്ധ ഖുർആനാണ്, ദിക്റുകളാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവേ നീ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും തിന്മകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടിതാ റബ്ബേ നിന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു, സ്ഥിതി മാറ്റവും ശക്തിയും നിനക്കല്ലാതെ സാധ്യമാകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ദിക്ർ ചൊല്ലി ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ സമയത്ത് പിശാചുക്കൾ പരസ്പരം പറയും, ഇവന്റെ കാര്യത്തിൽ ഇനി നമ്മൾ പരിശ്രമിച്ചിട്ട് പ്രയോജനമല്ല, ഇവനെ നമുക്ക് ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല. കാരണം റബ്ബിൽ ഭരമേൽപ്പിച്ചിട്ടാണ് അവൻ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. നീ എവിടെയാ ഭരമേൽപ്പിക്കേണ്ടത്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിച്ചു കിടക്കുന്ന കബറിൽ കിടക്കുന്ന ആളുകളിലല്ല. അവിടേക്ക് നാണയത്തൊട്ട് എറിഞ്ഞു എന്നുള്ളത് കൊണ്ട് നിനക്ക് രക്ഷ കിട്ടില്ല. പച്ച തുണി വിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നീ നേർച്ചകൾ വഴിപാടുകൾ കൊടുത്തു എന്നതുകൊണ്ട് നിനക്ക് രക്ഷ കിട്ടില്ല. എവിടെയാ നീ ഭരമേൽപ്പിക്കേണ്ടത്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ആ കിടക്കുന്നവരൊക്കെ മരിച്ചോരാ, മരിക്കാത്തവ ഏകനായ റബ്ബിലാകണം നീ തവക്കുലാക്കേണ്ടത്. വസബ്ബിഹ് ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് അവന് നീ സ്തോത്ര കീർത്തനം ചെയ്യണം. വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ, തീർച്ചയായും തന്റെ അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണവൻ. അതുകൊണ്ട് എല്ലാം അറിയുന്ന ആ റബ്ബിനപ്പുറം മറ്റാരുമില്ല. ആ പടച്ചവനിലാകണം നീ ഏൽപ്പിക്കേണ്ടത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിച്ചാര് ജീവിക്കുന്നുവോ അവൻ അള്ളാഹു എല്ലാ കാര്യത്തിലും ഒരു മഖ്റജ്, രക്ഷപ്പെടാനുള്ളൊരു വഴി, ഒരു തുറവി അല്ലാഹു കാണിച്ചു തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, കണക്കാക്കാൻ പറ്റാത്ത മാർഗത്തിലൂടെ അള്ളാഹു റിസ്ക് നൽകും. അതുകൊണ്ട് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, അള്ളാഹു പഠിപ്പിക്കുന്നു, ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവന് റബ്ബ് മതിയായവനാണ്. ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹു എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എല്ലാ കാര്യത്തിനും അള്ളാഹു ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. പടച്ചോ നിശ്ചയിച്ച കണക്കും തോതും അനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ മുന്നിൽ കുറുകെ ചാടിയ പൂച്ചയല്ല നിന്റെ കാര്യം തീരുമാനിക്കുന്നത്, അട്ടത്ത് നിന്ന് കൊക്കിയ പല്ലിയല്ല നിന്റെ കാര്യം തീരുമാനിക്കുന്നത്, നിന്റെ വീടിന്റെ വാതിലിന്റെ സ്ഥാനമല്ല നിന്റെ കാര്യം തീരുമാനിക്കുന്നത്. പടച്ചോൻ എല്ലാ കാര്യത്തിനും ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നടക്കുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിലെ ഹൈറും ഷർറുമെല്ലാം ആ റബ്ബിന്റെ ഖളാഇന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഈമാൻ കാര്യത്തിൽ ആറാമത്തത്. ഈമാൻ കാര്യം 6 ഉണ്ടെന്നും 6ാമത്തത് എണ്ണി പഠിച്ചത് കൊണ്ടും മുഅ്മിനാവുകയില്ല. ആ 6ാമത്തത് വിശ്വാസരംഗത്ത് നമ്മുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആധുനികമായ സമൂഹത്തിൽ ഈ തിന്മകൾ, വിശ്വാസരംഗത്തുള്ള ഈ വ്യതിചലനം, ആ രംഗത്തുള്ള ചൂഷണം വർദ്ധിക്കുമ്പോൾ കൃത്യമായ ആ വിഷയം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. എന്താണ് ജ്യോതിഷം എന്ന് പറയുന്നത്? വാനലോകത്തുള്ള നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗോളങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് അസ്ട്രോളജിയുടെ, ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. വാനലോകത്ത് നിന്ന് റബ്ബിന്റെ ഏത് അനുഗ്രഹങ്ങൾ ഇറങ്ങിയാലും ഒരു വിഭാഗം ആളുകൾ അക്കാരണത്താൽ മുശ്രിക്കുകളായി മാറാതിരിക്കില്ല, നിഷേധികളായി മാറാതിരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മഴ പെയ്താൽ അവർ പറയും ഇന്ന നക്ഷത്രം കാരണം, ഇന്ന ഗ്രഹനില കാരണമാണ് മഴ പെയ്ത്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ സ്വഭാവമാണ് നല്ലത്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയും തിരുവാതിര ഞാറ്റുവേലയാണ്, അതുകൊണ്ടാണ് നല്ല മഴ.
അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് അടുത്ത കാലത്തെ അനുഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. വിശ്വാസി പറയാൻ പാടില്ല ഇന്ന ഞാറ്റുവേല കാരണം, ഇന്ന ഗ്രഹനില കാരണം ഇന്നത് സംഭവിച്ചു എന്ന്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വാനലോകത്തിനൊരു അനുഗ്രഹം ലഭിച്ചാൽ അത് കാരണമായ ആളുകൾ ദീനിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരികയാണ്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഗ്രഹങ്ങൾക്ക് മനുഷ്യന്റെ ഭാവിഭൂത വർത്തമാനങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ ബോധ്യപ്പെടുത്തി തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ട ദിവസം സൂര്യന് ഗ്രഹണം ഉണ്ടായി. ആളുകൾ പറഞ്ഞു, പ്രവാചകന്റെ കുഞ്ഞ് മരണപ്പെട്ടതിനാൽ ഇതാ ഇവിടെ ഗ്രഹണം ഉണ്ടായിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആധുനിക കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യദൈവമാണെങ്കിൽ എന്താ ചെയ്യുക? ആ സന്ദർഭം ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കും. എന്റെ കുഞ്ഞു മരിച്ചതുകൊണ്ട് ഇവിടെ പ്രകൃതിയിൽ വരെ മാറ്റമുണ്ടായി എന്നുള്ളത്. അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ അവിടെ സ്വീകരിച്ച സമീപനം എന്താ? ജനങ്ങൾ അന്നത്തെ സൂര്യഗ്രഹണത്തിന്റെ കാരണം ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ ലോകം കണ്ട മഹാൻ തിരുത്തുകയാണ് ആ ജനതയെ. അവിടുന്ന് പറഞ്ഞു, അല്ല, ഇന്ന ശംസ വൽ ഖമർ ആയതാനി മിൻ ആയാത്തില്ലാ, തീർച്ചയായും സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ ജനനമോ മരണമോ കാരണം ആ സൂര്യനും ചന്ദ്രനും ഒരിക്കലും തന്നെ അതിന് ഗ്രഹണമുണ്ടാവുകയില്ല എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ മുമ്പിൽ. ജ്യോതിഷം ഉപയോഗിച്ചുകൊണ്ട് ഭാവി പ്രവചനം നടത്തുന്നത് ഇസ്ലാമിക വിരുദ്ധമെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളിൽ ഒന്നായി പഠിപ്പിച്ച സിഹ്റിലേക്ക്, മാരണത്തിലേക്ക് അത് എത്തുമെന്നതാണ് അവിടുന്ന് നമുക്ക് ഉത്ബോധിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖതബസ ഇൽമൻ മിനൻ നുജൂം ഇഖതബസ ശുഅബതൻ മിനസ് സിഹ്ർ സാദ മാ സാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖതബസ ഇൽമൻ മിനൻ നുജൂം, ജ്യോതിഷത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു വിജ്ഞാനം ആരെങ്കിലും നേടിയാൽ ഇഖതബസ ശുഅബതൻ മിനസ് സിഹ്ർ, അവൻ സിഹ്റിന്റെ ഒരു ശാഖയിൽപ്പെട്ട അറിവാണ് നേടിയത്. സാദ മാ സാദ, ജ്യോതിഷത്തിൽ നിന്ന് എത്രത്തോളം അവൻ വർദ്ധിപ്പിച്ചുവോ അത്രത്തോളം ആ സിഹ്റിൽ നിന്ന് അവൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചു പോകരുത് എന്നതാണ് അവിടുത്തെ കൽപ്പന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഉദ്ധരിച്ചതായിട്ട് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, അവിടുന്ന് പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖബൽ ലഹു സ്വലാത്തു 40 ലൈല. ഒരാൾ കണക്ക് നോക്കുന്നവനെ, ജ്യോത്സ്യനെ സമീപിച്ചു, എന്നിട്ട് അവനോട് വല്ലതും ചോദിച്ചു, എന്നിട്ട് അവൻ പറഞ്ഞതിൽ വിശ്വസിച്ചു എങ്കിൽ 40 ദിവസത്തെ അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ്. ഒരു വക്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ നമുക്കറിയാം അതിന്റെ ഗൗരവം. മൻ തറക സ്വലാത്ത ഫഖദ് കഫറ, ഉപേക്ഷിച്ചവൻ കാഫിറാകുമെന്ന് പഠിപ്പിച്ച ഗൗരവതരമായ വിഷയമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ 40 ദിവസത്തെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും. കണക്ക് നോക്കുന്ന ഒരാൾ പറഞ്ഞതിൽ വിശ്വസിച്ചാൽ, കുറവന്റെ രൂപത്തിൽ തത്തയുമായി വരുന്നവർ, ഷീട്ടുമായി വരുന്നവർ, ബോർഡ് വെച്ചുകൊണ്ട് ഗ്രഹനില നിർണയിക്കുന്നവർ, ഇങ്ങനെ പലതും, മുഖലക്ഷണം നോക്കുന്നവർ, കൈരേഖ നോക്കുന്നവർ, ഇങ്ങനെ പലരും, ഇവരൊക്കെ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് അത് സത്യമാകുമെന്ന് വിശ്വസിച്ചാൽ, അവനെ സമീപിച്ചാൽ 40 ദിനത്തെ നമസ്കാരം നഷ്ടപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി ഇങ്ങനെ കാണാം, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ഫീമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. ഒരാള് കണക്ക് നോക്കുന്നവനെയോ ജ്യോത്സ്യനെയോ സമീപിക്കുകയും അവൻ പറഞ്ഞതിനെ സത്യമായി അംഗീകരിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. ഇസ്ലാമിൽ അവിശ്വസിച്ചു എന്ന്, അത് മുസ്ലിയാരാകട്ടെ, തങ്ങളാകട്ടെ, കണക്ക് നോക്കുന്നവരായ ആരുമാകട്ടെ, അസ്മാവിന്റെ പണിയെടുക്കുന്നവരെന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് പോക്കറ്റടിക്കുന്ന തിന്മയുടെ ശക്തികൾ, ഇത്തരം ആളുകളെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയിൽ അവൻ അവിശ്വസിച്ചു എന്നാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാഹിൻ, അറാഫ്, മുനജ്ജിം, അതുപോലെ തന്നെ റമ്മാൽ എന്നിങ്ങനെ പല പേരുകളിലായിട്ടാണ് ഭാഷയിൽ ഈ ഭാവി പ്രവചിക്കുന്ന ആളുകളെ കുറിച്ച് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും സ്ഥാനം മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവചിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ആളുകൾ നക്ഷത്രഗോളങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശാസ്ത്രീയമായ പഠനത്തിന് സന്നദ്ധമാകുന്നതാണ് ആസ്ട്രോണമി എന്നത്. ആസ്ട്രോണമിയെയും ആസ്ട്രോളജിയെയും കൂട്ടിക്കുഴക്കാൻ ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലൊക്കെ നമുക്ക് വളരെ കൃത്യവും വ്യക്തവുമായ വിശദീകരണങ്ങൾ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. റബ്ബിൽ നിന്നുള്ള സഹായമല്ലാതെ, റബ്ബിൽ നിന്നുള്ള തടയലല്ലാതെ മറ്റൊന്നും തന്റെ ജീവിതത്തിൽ ഇല്ല എന്നത് കൃത്യമായി അറിഞ്ഞ് ഉൾക്കൊള്ളേണ്ടുന്നവനാണ് ഒരു മുഅ്മിൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ പ്രതിരോധത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നൽകുന്ന വസ്തുക്കളുണ്ടല്ലോ, അത് വീട്ടിലോ ശരീരത്തിലോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം സഹാബത്ത് ഉദ്ധരിക്കുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല ഇലൈഹി റഹ്തുൻ ഫബായഅ തിസ്അതൻ വഅംസക അൻ വാഹിദ്. ഒരു സംഘം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നു. റസൂലിന്റെ കൈ പിടിച്ചിട്ട് ബയ്യത്ത് ചെയ്യാണ്. അങ്ങനെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നപ്പോൾ 90 പേരുടെ കൈ പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് ചെയ്തു. ഒരാളുടെ കൈ പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധനായില്ല. ഫഖാലു യാ റസൂലല്ലാഹ്. അപ്പോൾ സഹാബത്ത് റസൂലിനോട് ചോദിക്കുകയാണ്, ബായഅത തിസ്അതൻ വതറക്ത ഹാദാ ഖാല ഇന്ന അലൈഹി തമീമ ഫഅദ്ഖല യദഹു ഫഖതഅഹാ ഫബായഅഹു വഖാല മൻ അലക തമീമതൻ ഫഖദ് അശ്റക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതാ ഈ ആളുകൾ, ഇവരെയൊക്കെ ഞാൻ കൈപിടിച്ചു, എന്നാൽ ഇവന്റെ കൈപിടിക്കാതിരിക്കാൻ കാരണം തീർച്ചയായും ഇവന്റെ കയ്യിൽ എന്തുണ്ട്? തമീമത്തുണ്ട് എന്നുള്ളതാണ്. 9 പേരിൽ നിന്ന് വ്യത്യസ്തമായി ഇവന്റെ 10ാമന്റെ കയ്യിലിരിക്കുന്ന ഈ ഏലസ്, അത് കാരണമാണ് ഞാൻ അവന്റെ കൈ പിടിക്കാത്തത്. എന്നിട്ട് അള്ളാന്റെ റസൂൽ അതിന്റെ ഉള്ളിലേക്ക് തന്റെ കൈയിട്ടിട്ട് അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് അത് വലിച്ചെറിഞ്ഞ ശേഷം ഫബായഅഹു, ആ മനുഷ്യനുമായി ബൈഅത്ത് ചെയ്തു. ആ മനുഷ്യനത് ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ വഖാല മൻ അലക തമീമതൻ ഫഖദ് അശ്റക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചാണ് പഠിപ്പിച്ചത്, ആര് ഏലസ് കെട്ടിയിരിക്കുന്നുവോ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഗൗരവതരമായ തിന്മയാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ദേഹത്ത് കെട്ടിയ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. വലിയ പുരോഗമനവാദിയാണ്, വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഷർട്ടിന്റെ കൈയൊന്നിങ്ങനെ പൊക്കി നോക്കിയാൽ ചിലപ്പോൾ ഇവിടെ ചരടുണ്ടാകും. കാലിൽ നെരിയാണിയുടെ ഭാഗത്ത് ചരട് കെട്ടിയിട്ടുണ്ടാകും, വിരലിൽ ചരട് കെട്ടിയിട്ടുണ്ടാകും. വീട്ടിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. സമൂഹത്തിൽ വലിയ പുരോഗതിയുടെയും അറിവിന്റെയും ഒക്കെ ആളുകളായി നടിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന ഗൗരവതരമായ ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ നമ്മൾ ജാഗരൂകരാകണം. കാരണം ഇത് പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന കാര്യമാണ്. റഹ്മാനായ റബ്ബ് കൃത്യമായ വിശ്വാസം മുറുകെ പിടിച്ച് വ്യതിചലനങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് തൗഹീദ് മുറുകെ പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നാം നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ട് യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസി റബ്ബിന്റെ മുമ്പിൽ നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയ ഒന്നിനെ തടയുന്ന ഒരാളുമില്ല, നീ തടഞ്ഞ ഒന്നിനെ നൽകുന്ന ഒരാളുമില്ല. അതുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്,
പരിശുദ്ധ മാസം, വിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട് ധന്യമാക്കേണ്ടുന്ന മാസം, പരമാവധി നോമ്പുകൾ അനുഷ്ഠിക്കാൻ തയ്യാറാകേണ്ടുന്ന മാസം ഷഅബാൻ മാസം. ആ ഷഅബാനിലെ 15-മായി ബന്ധപ്പെട്ട് പലപ്പോഴും സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഏറെ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ബറാഅത്ത് എന്ന പേരിൽ അതിന് പേര് നൽകിയിട്ട് ആ ദിവസം പ്രത്യേകമായ നമസ്കാരം, പ്രത്യേകമായ നോമ്പ്, പ്രത്യേകമായ ആരാധന. അതിനൊരു കാരണമായി പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ ആയത്താണ്. എന്താണ് ആയത്ത്? ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. വ്യക്തമായ മാനദണ്ഡം, ഗ്രന്ഥം അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞ ശേഷം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ നാം ഈ ഗ്രന്ഥത്തെ ഇറക്കിയിരിക്കുന്നു. ഇവിടെ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രി എന്ന് പറയുന്നത് ഷഅബാൻ 15 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദിനത്തിൽ പ്രത്യേകമായ ഇബാദത്തുകൾ ആളുകൾ നിർവഹിക്കുന്നത്. പക്ഷേ ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. എന്നാണ് ഖുർആൻ ഇറങ്ങിയത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് തീർച്ചയായും അതിനെ നാം ഇറക്കിയിട്ടുള്ളത്. ആ ലൈലത്തുൽ ഖദർ പരിശുദ്ധ റമദാനിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സൂറത്തു ദുഖാനിലെ ആയത്തിൽ പറയുന്ന ലൈലത്തുൽ മുബാറക ഏതാണ് എന്നത് പൂർവികരായ മുഫസ്സിറുകൾ വളരെ കൃത്യമായി വ്യക്തമാക്കി തന്നു. തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക, അല്ലാഹു ഈ ഖുർആനെ ഇറക്കിയത് അനുഗ്രഹീതമായ രാത്രിയിലാണ്. വഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദർ ആണ്. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, വകാന ദാലിക ഫീ ശഹ്രി റമളാൻ, അത് റമളാൻ മാസത്തിലുമാണ്. അതുകൊണ്ട് ഷഅബാൻ 15 ഖുർആൻ ഇറങ്ങിയ ആ രാത്രി എന്ന വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ആ ഒരു കാരണം പറഞ്ഞ് ഈ ദിവസത്തിൽ പ്രത്യേക നോമ്പനുഷ്ഠിക്കുന്നതിനും പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്നതിനും ഇസ്ലാമിൽ നമുക്കൊരടിസ്ഥാനവും കാണുക സാധ്യമല്ല. എന്നാൽ ഷഅബാൻ പുണ്യമാസമാണ്. ഈ മാസത്തിൽ കൂടുതലായി ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതിലെല്ലാം കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. ഇന്നലെ വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില വാർത്തകൾ ഇന്നത്തെ പത്രകോളങ്ങളിലും നമ്മൾ കണ്ടു. നമ്മൾ പ്രതീക്ഷയോടുകൂടി ക്യാമ്പസുകളിലേക്ക് അയക്കുന്ന നമ്മുടെ മക്കൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ. കോട്ടയത്തെ ഒരു നഴ്സിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി അവന്റെ ബർത്ത്ഡേ ആണ് എന്ന് കൂട്ടുകാരറിഞ്ഞപ്പോ ആ കുട്ടിയെ മലർത്തിക്കിടത്തി കൈകാലുകൾ ബന്ധിച്ച് ഗുഹ്യഭാഗത്ത് ഭാരമുള്ള ഇരുമ്പ് വസ്തുക്കൾ കയറ്റിവെക്കുക മാത്രമല്ല, കോമ്പസിന്റെ സൂചി കൊണ്ട് 1 2 3 എന്ന് എണ്ണി ഓരോ എണ്ണലിനും ദേഹത്ത് കുത്തി ആ മുറിവിലൂടെ രക്തം വന്നപ്പോ അവിടെ ചില രാസവസ്തുക്കൾ പുരട്ടി വേദനപ്പെടുത്തിയ ഏറ്റവും ഭീതിതമായ രംഗം. മനുഷ്യനാണിത് കാട്ടിക്കൂട്ടുന്നത്. അറിവിലൂടെ സംസ്കരിക്കപ്പെടണം, ഉന്നതിയിലെത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്ന തലമുറയാണ് തന്റെ കൂടെ ബെഞ്ചിലിരിക്കുന്ന കുട്ടിയെ റാഗിംഗ് എന്ന കാട്ടാളത്തത്തിന്റെ പേരിൽ ഈ വിധത്തിലുള്ള വിക്രിയകൾക്ക് സന്നദ്ധമാക്കുന്നത്. പരിഹാരം മക്കളെ നമ്മൾ നല്ലത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കലാണ്, മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കലാണ്. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിന്മയുടെ ശക്തികൾക്കെല്ലാം പിന്തുണ നൽകാനും രക്ഷപ്പെടുത്താനൊക്കെ ആളുകളുണ്ടാകും. രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കാട്ടാളത്തെ കാട്ടിക്കൂട്ടാനും രക്ഷപ്പെടാൻ ഒരു പ്രയാസമില്ല. ഇവിടെ പരിഹാരം നമ്മൾ നമ്മുടെ മക്കളെ നന്നാക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും ധാർമ്മികതയുടെ പാഠങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, മനുഷ്യത്വം വളർത്തിയെടുക്കുക. കിട്ടുന്ന സർട്ടിഫിക്കറ്റിനേക്കാൾ അപ്പുറം വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം അത് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. സമൂഹം ഓരോ രംഗത്തും ദുഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. പരിഹാരം അള്ളാഹുവിന്റെ ദീനാണ്. അത് വ്യക്തി ജീവിതത്തിൽ നമ്മൾ നടപ്പാക്കുക, കുടുംബത്തിൽ നടപ്പാക്കുക, നാട്ടിൽ അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാക്കി തീർക്കുക. റഹ്മാനായ നാഥൻ അവന്റെ ദീനിനെ സ്നേഹിക്കുന്ന, ആ ദീൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നടപ്പാക്കുന്ന മുത്തഖീങ്ങളായ അള്ളാഹുവിന്റെ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പരിശുദ്ധ റമദാനിലെ ഏറെ പുണ്യമുള്ള കാര്യം, നോമ്പ് നോറ്റ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രതിഫലം ഇരട്ടിപ്പിക്കാൻ സഹായമാകുന്ന നോമ്പ് നോറ്റ ആളുകളെ നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് നൽകുക എന്നത്. റമദാൻ കിറ്റ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ 1500 രൂപയാണ് ഒരു കിറ്റിന്റെ തുക. പരമാവധി
എല്ലാ ആളുകളും അതിൽ പങ്കാളികളായി തീരുക. ഈ പ്രദേശത്തും സമീപ പ്രദേശത്തുള്ള ഏറ്റവും അർഹരായ ആളുകളിലേക്കാണ് നമ്മളത് എത്തിച്ചു കൊടുക്കാറുള്ളത്. അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ പടച്ചോൻ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നമ്മളിൽ ഒരാൾ തന്റെ വളർത്തുമൃഗത്തെ, കുതിരക്കുട്ടിയെ ഓമനിച്ചു വളർത്തുന്ന പോലെ നമ്മളിൽ നൽകിയ സദഖ അള്ളാഹു സ്വീകരിക്കും. പരലോകത്ത് റബ്ബിന്റെ അടുക്കലെത്തുമ്പോൾ വലിയ പ്രതിഫലം അതിന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ റമദാൻ കിറ്റിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പള്ളിയുടെ ദൈനംദിന ചെലവുകൾക്കുള്ള കലക്ഷൻ എല്ലാ ആഴ്ചയും സൂചിപ്പിക്കാറുള്ളതാണ്. ആ കാര്യത്തിലും എല്ലാവരുടെയും ശ്രദ്ധ എല്ലാ ആഴ്ചയിലും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ സ്വർഗം ആഗ്രഹിച്ച് കൂടുതൽ കൂടുതൽ അമല് ചെയ്യുന്ന മുത്തഖീങ്ങളായ റബ്ബിന്റെ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിർക്കുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന് സാക്ഷികളാകാനും ആ റമദാനിന്റെ പുണ്യം നേടിയെടുക്കാനും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه